പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ട്രെയിനിലാണ്. ബാംഗ്ലൂരിലെ ബാംഗ്ലൂർ പാലസ് കാണണം. തൊട്ടടുത്തുള്ള മന്ത്രി സ്ക്വയറിൽ നിന്നും ഒരു പർച്ചേസിങ്ങും. എനിക്ക് രാത്രി യാത്രകൾ പൊതുവെ ഇഷ്ടമല്ല. കാഴ്ചകൾ കാണുകയാണ് എൻ്റെ സ്വകാര്യ അഹങ്കാരം. വ്യത്യസ്തമായ കാഴ്ചകൾ. പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതിയുടെ മടിയിലിരുന്ന് സല്ലപിക്കണം. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഇടാനും യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കാനുമായി കേരളം വിടുന്നത് ആദ്യമായാണ്. ട്രെയിനിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. ട്രെയിൻ മുന്നോട്ട് കുതിക്കുമ്പോൾ കാഴ്ചകളും നമ്മുടെ നാടും പിന്നോട്ടാകുന്നു. ജീവിതവും അങ്ങനെയാണ്. പോയ നിഴലുകളെ കാണാൻ ഒരിക്കലും കഴിയുന്നില്ല. ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത്. ട്രെയിനിലെ കാഴ്ചകളും റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളും ഏകദേശം എല്ലായിടത്തും ഒരുപോലെയാണ്. എന്നാലും ഞാൻ പലപ്പോഴും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ട്. ഇത് കാവേരി നദിയുടെ മുകളിലൂടെ ഉള്ള പാലത്തിലൂടെയാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് ഇവിടെ അത്ഭുതമായ ജലപ്രവാഹം ഉണ്ടാകും. സേലം ജില്ലയിൽ സങ്കരി എന്ന ഭാഗത്താണ് ഈ പാലമുള്ളത്. വണ്ടി ഇതാ സേലത്ത് എത്തി. ബാംഗ്ലൂരിനും കോയമ്പത്തൂരിനിടയിലെ ഒരു റെസ്റ്റിംഗ് സ്റ്റേഷനാണ് സേലം. ഏകദേശം എല്ലാ ട്രെയിനുകളും അരമണിക്കൂർ ഇവിടെ നിർത്തിയിടും. സേലം നഗരത്തിൽ ഏകദേശം 8.9 ലക്ഷം ആണ് ജനസംഖ്യ. കൃഷിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിൽ മാർഗം. ചെറുകിട ഫാക്ടറികൾ, സ്റ്റീൽ പ്ലാന്റുകൾ, ടെക്സ്റ്റൈൽസുകൾ മുതലായവയൊക്കെ ഇവിടെയുണ്ട്. തമിഴ് സംസ്കാരം ശക്തമായി നിലനിൽക്കുന്ന നാടാണ് സേലം. സേലം കഴിഞ്ഞാൽ കൃഷിയിടങ്ങളാണ്. ഈ സമയത്താണ് ആലപ്പുഴയുള്ള ഒരു മുസ്ലിം സഹോദരനുമായി പരിചയപ്പെടുന്നത്. ട്രെയിനിൽ അങ്ങനെയാണ്. ചിലപ്പോൾ സംസാരത്തിനിടയിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടും. ട്രെയിനിലെ മാത്രം പരിചയത്തിൽ വിവാഹം കഴിച്ച് ഭാര്യാഭർത്താവായി ജീവിക്കുന്നവർ വരെയുണ്ട്. ആലപ്പുഴക്കാരൻ സുഹൃത്തുമായിട്ടുള്ള എൻ്റെ സംസാരം നീണ്ടു. ഇന്ത്യയുടെ സംസ്കാരം, രാഷ്ട്രീയം, മതം, സംസാരം നീണ്ടുപോയി. മതത്തിലെത്തിയപ്പോഴേക്കും അദ്ദേഹവും ഞാനും 2 തട്ടിലായി. ഇപ്പോൾ ട്രെയിൻ ഓമല്ലൂർ, താമരമംഗലം എന്നീ പ്രദേശങ്ങൾക്കടുത്തുകൂടിയാണ് പോകുന്നത്. ജാസ്മിൻ, ജമന്തി, റോസ് പൂക്കളുടെ കൃഷിക്ക് പ്രസിദ്ധമാണ്. ബാംഗ്ലൂർ മാർക്കറ്റിലേക്ക് ദിവസവും പൂക്കൾ ഇവിടെ നിന്നുമാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ സുഹൃത്ത് എന്നോട് പറയുന്നു, നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നവരല്ലേ? 33 കോടി ദൈവങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒരാവശ്യം വന്നാൽ നിങ്ങൾ ഏത് കല്ലിനെയാണ് വിളിക്കുക? നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നവരല്ലേ? ഈ ചോദ്യം എൻ്റെ തലച്ചോറ് പുകയ്ക്കുന്ന ചോദ്യമാണ്. ഞാൻ മലപ്പുറത്ത് 30 കൊല്ലത്തോളം ജീവിച്ച ആളാണ്. അന്നും ഈ വാക്ക് എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരങ്ങളിൽ നിന്നും ഞാൻ പലവട്ടം കേട്ടതാണ്. അന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് ഇന്നും ഈ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഹിന്ദുക്കൾ പിച്ച വയ്ക്കുന്നത് മണ്ണിലാണ്, ഭൂമിയിലാണ്. അതുകൊണ്ടാണ് ഭൂമിയെ നമ്മൾ ആരാധിക്കുന്നത്. ഭൂമിയില്ലെങ്കിൽ സുഹൃത്തെ, നീയും ഞാനും ആരുമില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വം ഉണ്ടായതുകൊണ്ടാണ് സുഹൃത്തെ നിങ്ങളുടെ മതം ഇവിടെ വളർന്നത്. നിങ്ങളുടെ ഉപ്പയുടെ ഉപ്പയോ ഒരു ഹിന്ദുവാണ് എന്ന സത്യം നിങ്ങൾ മറക്കുകയാണോ? ഇവിടെ ഒരു ഡാമിൻ്റെ ജലസംഭരണിയുടെ ഭാഗങ്ങൾ കാണാം. അകലെയുള്ള കുന്നുകളും താഴ്വരകളും കടൽ പോലെ പരന്നു കിടക്കുന്ന ജലാശയം. മനോഹരമായ കാഴ്ചയാണ്. ട്രെയിൻ പോകുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ തരുന്ന ആനന്ദം പറയാൻ വാക്കുകളില്ല. സ്റ്റാലിൻ റിസർവോയർ എന്നാണ് ഇതിൻ്റെ പേര്. മേട്ടൂർ ഡാമിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ് ഇത്. കാവേരി നദിക്ക് കുറുകെയാണ് പണിതിരിക്കുന്നത്. 1934 ഇത് തുറന്നത്. പ്രധാനമായും ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. പകൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ തരം കാഴ്ചകളാണ്. ഒരു സ്ഥലത്ത് വയലും നെൽക്കതിരുകളും, മറ്റൊരു സ്ഥലത്ത് കന്നുകാലികളെ മേച്ചും ആടുകളെ തീറ്റിച്ചും ജീവിക്കുന്ന സാധാരണ മനുഷ്യർ. ചാണകക്കൂമ്പാരങ്ങൾ, അവയ്ക്കടുത്തുള്ള കുടിലുകൾ, പലതരം മാവുകൾ, തോട്ടങ്ങൾ, തെങ്ങിൻ തോട്ടങ്ങൾ, പൂക്കളുടെ തോട്ടങ്ങൾ. ആലപ്പുഴക്കാരനായ സുഹൃത്ത് എൻ്റെ അടുത്തിരുന്ന് അയാളുടെ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ വീണ്ടും തുടങ്ങി. ഞാൻ പറഞ്ഞു, വേണ്ട സുഹൃത്തെ, നമ്മൾക്ക് മതത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. ചെറുപ്പത്തിലെ മതം പഠിച്ച ഒരാളോട് മതം പഠിക്കാത്ത ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഹിന്ദുക്കൾക്ക് പറ്റിയ തെറ്റാണ് ഹിന്ദു മതം പഠിക്കാത്തതെന്ന് എനിക്ക് തോന്നി. ഇതിനിടയിൽ ചായ വന്നു. ചായ എന്നുള്ളത് പേരേയുള്ളൂ. ട്രെയിനിലെ ചായ എന്ന് പേരിടണം. അടുത്ത ദിവസമാണ്. ബാംഗ്ലൂർ പാലസ് കാണാനായി പോകുന്ന മല്ലേശ്വരം പ്രദേശത്ത്
സാംബിക റോഡില് സമീപമുള്ള മന്ത്രി സ്ക്വയർ മാൾ കണ്ടിട്ട് പോകാമെന്നാണ് തീരുമാനം. മന്ത്രി സ്ക്വയറിൻ്റെ ഉള്ളിലോട്ട് കയറി ഇത് മുഴുവനും കണ്ട് എല്ലാ ഭാഗങ്ങളും ചുറ്റി നടക്കുന്നത് തന്നെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. ബാംഗ്ലൂരിലെ തിരക്ക് കൂടിയ മാളുകളിൽ ഒന്നാണ് ഇത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ട്രാഫിക് ജാമുകളിൽ പെടാതെ മെട്രോ വഴി ഇവിടെ എത്താമെന്നുള്ളതാണ്. മന്ത്രി സ്ക്വയർ സാംബിജി റോഡ് മെട്രോ സ്റ്റേഷൻ നേരിട്ട് മാളുമായി കണക്ട് ചെയ്തിരിക്കുന്നു. 2010 മന്ത്രി സ്ക്വയർ പ്രവർത്തനം ആരംഭിച്ചത്. മന്ത്രി ഡെവലപ്പേഴ്സ് ആണ് ഇത് വികസിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്ന്. ഇത് നിർമ്മിക്കാൻ 500 കോടി രൂപയോളം ചെലവാക്കിയതായി കണക്കാക്കുന്നു. ഏകദേശം 1.7 മില്യൺ സ്ക്വയർ ഫീറ്റ് വിസ്തൃതി, 250-ലധികം ബ്രാൻഡുകളുടെ കടകൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് ആഭരണങ്ങൾ, ഫുഡ് ഔട്ട്ലെറ്റുകൾ എല്ലാം ഒരിടത്ത് ലഭിക്കുന്നു. പ്രശസ്തമായ ബ്രാൻഡുകൾ, ഫാഷൻ സ്റ്റോറുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ എല്ലായിടത്തും വിസിറ്റ് ചെയ്യാം. വിനോദ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. PVR സിനിമാസ്, മൾട്ടിപ്ലക്സ് തിയേറ്റർ, ഗെയിം സോൺ, കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയ, വിവിധ കഫേകളും റെസ്റ്റോറൻറ്റുകളും. ഇവിടെ നോക്കൂ, കുട്ടികൾക്കായുള്ള ധാരാളം ആക്ടിവിറ്റികൾ. ഇവിടുത്തെ മാളുകളിലും കടകളിലും പൊതുവെ ഉച്ചവരെ തിരക്ക് കുറവായിരിക്കും. എന്നാലും ചിലർ ഇവിടെ കളിക്കുന്നു. വലിയ ഫുഡ് കോർട്ട്, ഫാസ്റ്റ് ഫുഡ് മുതൽ ഫാമിലി ഡൈനിങ് റെസ്റ്റോറൻറ്റുകൾ വരെ ഇവിടെയുണ്ട്. മൂവി കാണാൻ വരുന്നവരും ഷോപ്പിങ്ങിന് വരുന്നവരും ഭക്ഷണം കഴിക്കാനായി ഇവിടെ തന്നെ സമയം കണ്ടെത്തുന്നു. സൈഡുകളിലാണ് ഷോപ്പുകളുള്ളത്. അവിടെ ഓർഡർ ചെയ്ത് സാധനം വാങ്ങി വിശാലമായ സിറ്റിംഗ് ഏരിയയിൽ പോയിരുന്ന് കഴിക്കാം. കാഴ്ച അതിഗംഭീരമാണ്. ഇവിടുത്തെ ഈ എസ്കലേറ്ററുകളുടെ ചലനം തന്നെ മനോഹരമാണ്. ഒരു നിമിഷം ഞാനത് നോക്കി നിന്നു. മാൾ തുറന്നപ്പോൾ തന്നെ മല്ലേശ്വരം പോലുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു മെഗാ മാൾ വരുന്നത് വലിയ ചർച്ചയായി. കൂടാതെ മെട്രോ സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്ന മാളുകൾ കുറവായിരുന്നു. നഗരത്തിൽ ഇത്രയും വലിയ അണ്ടർഗ്രൗണ്ട് സൗകര്യമുള്ള ബിൽഡിങ്ങുകൾ അന്നുണ്ടായിരുന്നില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റികൾ ധാരാളമുണ്ട്. ഗെയിം സോണ്, ബൗളിങ്, വീഡിയോ ഗെയിംസ്, അങ്ങനെ വിവിധ ഇനം കളികൾ. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് മുന്നിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നോക്കൂ, റോഡിലൂടെ വാഹനങ്ങൾ നിരന്നു പോകുന്നു. ദേശീയവും അന്താരാഷ്ട്രവുമായ ബ്രാൻഡുകളുടെ സ്റ്റോറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഫെസ്റ്റിവൽ സമയങ്ങളിൽ വലിയ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ലഭിക്കും. വീക്കെൻഡുകളിൽ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടും. കാഫി ഷോപ്പുകളും ഐസ്ക്രീം പാർലറുകളും ഇവിടെ പ്രശസ്തമാണ്. ഷോപ്പിങ്ങും വിനോദവും എൻ്റർടൈൻമെൻറ്റും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഒരു ദിവസം മുഴുവനും ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂരിലെ മന്ത്രി സ്ക്വയർ. മന്ത്രി സ്ക്വയറിൽ നിന്നും നേരെ ബാംഗ്ലൂർ പാലസിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിലെ ശീതീകരിച്ച നഗരമായ ബാംഗ്ലൂർ സിറ്റിയിലൂടെയാണ് യാത്ര. വാഹനം പാലസിൻ്റെ പ്രധാന ഗേറ്റ് എത്തിയിരിക്കുന്നു. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഒരു യൂറോപ്യൻ കൊട്ടാരത്തിൻ്റെ ഭംഗിയും ദക്ഷിണേന്ത്യൻ രാജവംശത്തിൻ്റെ അഭിമാനവുമായ ഒരു അത്ഭുത നിർമ്മാണമാണ് ബാംഗ്ലൂർ പാലസ്. ഗേറ്റ് കടന്നാൽ വിശാലമായ മൈതാനവും ഇരു സൈഡിലൂടെ റോഡും. ബാംഗ്ലൂർ നഗരം തന്നെ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന കേപ്വേ ഗൗഡ ഒന്നാമനാണ് ഇവിടെ ഒരു കോട്ടയും വിപണിയും 1537 പണിതത്. പിന്നീട് ഈ പ്രദേശം മൈസൂർ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായി. 1799 ടിപ്പു സുൽത്താൻ്റെ മരണത്തോടെ ബ്രിട്ടീഷ് ഈ പ്രദേശം നിയന്ത്രിച്ചു. അതിനുശേഷം മൈസൂർ രാജവംശം അധികാരത്തിലെത്തി. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പാലസിൻ്റെ തുടക്കം 1860കളിലാണ്. 1862 ബ്രിട്ടീഷ് പാസ്റ്ററായ റവ ജെ ഗാരറ്റാണ് ഈ ഭൂമി സ്വന്തമാക്കിയത്. പിന്നീട് 1884 മൈസൂർ രാജകുടുംബം ഇത് വാങ്ങി. ഇതാണ് ബാംഗ്ലൂർ പാലസ്. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വൈൻസർ കാസ്റ്റിൻ്റെ ട്യൂട്ടർ ശൈലിയിലാണ് ഗോപുരങ്ങളുടെ നിർമ്മാണം. മുന്നിൽ വിശാലമായൊരു ഗാർഡനുണ്ട്. ഈ കമ്പിവേലിക്കപ്പുറത്തേക്ക് ക്യാമറ അനുവദനീയമല്ല. ഞാൻ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറി. ഓഡിയോ ഗൈഡിൻ്റെ സൗകര്യത്തോടെ ഓരോ മുറിയുടെയും ചരിത്രം കേൾക്കാം. വലിയ ദർബാർ ഹാൾ, ചുവരുകളിൽ രാജകുടുംബത്തിൻ്റെ ചിത്രങ്ങൾ, പഴയ ഫോട്ടോകൾ, വേട്ടയുടെ ദൃശ്യങ്ങൾ, രാജകീയ ആയുധങ്ങൾ, പഴയ വാൾ, കുന്തം, രാജവസ്ത്രങ്ങൾ, രാജകീയ സിംഹാസനം, ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഫർണിച്ചറുകൾ, ചരിത്രരേഖകൾ എല്ലാം കാലത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുമ്പോൾ ഓഡിയോ ഗൈഡിൻ്റെ സഹായത്താൽ അതിൻ്റെ വിവരണങ്ങളും തന്നുകൊണ്ടിരിക്കും. അതൊരു അനുഭവമാണ്.
പ്രത്യേകിച്ച് അതിനകത്തുള്ള മരപ്പണികളുടെ സങ്കീർണതയും മേൽക്കൂരയിലെ അലങ്കാര രൂപങ്ങളും ആ കാലഘട്ടത്തിലെ ശില്പകലയുടെ മികവ് വ്യക്തമാക്കുന്നു. ഞാൻ പുറത്തിറങ്ങി. നല്ല വെയിലാണ്. ഗാർഡനിലും തണുപ്പ് കുറവാണ്. ഈ പാലസ് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം ആയിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏകദേശം 45 ഏക്കർ സ്ഥലത്ത് ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇവിടെ നിരവധി അന്താരാഷ്ട്ര സംഗീത പരിപാടികളും സാംസ്കാരിക ഇവന്റുകളും നടക്കാറുണ്ട്. ലോക പ്രശസ്ത കലാകാരന്മാരുടെ വേദികൾ ഇവിടെ ഒരുക്കാറുണ്ട്. ഇതൊരു ചരിത്ര സ്മാരകമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക വേദിയാണ്. 16-ാം നൂറ്റാണ്ടിലെ ബാംഗ്ലൂരിൻ്റെ തുടക്കം മുതൽ ബ്രിട്ടീഷ് ഭരണകാലം, രാജവംശത്തിൻ്റെ മഹത്വം, ഇന്നത്തെ സാംസ്കാരിക കേന്ദ്രം എന്നൊക്കെ നിലയിൽ ഈ കൊട്ടാരം ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഇവിടുത്തെ തണൽമരങ്ങളുടെ ചൂട്ടിലിരുന്ന് പഴയ കാലഘട്ടത്തിൻ്റെ കുതിരക്കുളമ്പടികൾ ഓർമ്മിക്കാം. എൻ്റെ മനസ്സിൽ ഒരു ഹിന്ദു നാമധാരിയായതിൻ്റെ പേരിൽ മുസ്ലിം സഹോദരങ്ങൾ ചോദിച്ച ചോദ്യം വീണ്ടും അലയടിക്കുന്നു. നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നവരല്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ യാത്ര അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.